നമ്മളെ രമേശേട്ടൻ മരിച്ചിട്ട് 3 ഉണ്ടാവും. ഒരു കൊറോണന്റെ സമയത്താണ്. 2.5 വർഷം. 2.5 കൊല്ലം. മൂപ്പര് മരിച്ചതിന് ശേഷം മൂപ്പത്തിന്റെ കഥ അരക്കഥ കേട്ടോ. അവിടെ നിന്ന് പലരും പലതും പറയുന്നുണ്ട്. അല്ല നമ്മളെന്നെ കാണല്ലേ, ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. പൊട്ടന്മാരല്ലല്ലോ ആൾക്കാർ. പൊട്ടന്മാരല്ല. അല്ല ഫോൺ വയ്ക്കുക. ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വീട്ടിലിരിക്കേണ്ട ഒരാളല്ലേ, വെറുതെ വീട്ടിൽ ഇങ്ങനെ അവിടെ ഇവിടെ ചില സമയത്ത് രാത്രിക്ക് എത്തുക. രാത്രിയോ? ആടും പണിയുണ്ടല്ലോ, കുട്ടികളെ നോക്കണ്ട. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്? തീരെ ഒരു അത്തപ്പത്തിച്ചല്ലേ. പിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ? അല്ല ഇങ്ങനത്തെ ആൾക്കാരുടെ നാട്ടിലുണ്ടായത് തന്നെ നാടിന് ചീത്തപ്പരിവാരം വേറെ എന്തെങ്കിലും വേണോ? ഒന്നില്ലെങ്കിൽ മൂപ്പതിൻ്റെ ഡ്രസ്സുണ്ട്. ഒരാള്, അതായത് ഒരു വിധവടേണ്ട ഡ്രസ്സാണ് ഇത്. ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ അല്ല, ആഭരണവും മറ്റേ ഈ ഫാൻസി ചെരുപ്പും കൊട. ആ കൊട തന്നെ ഒരു മറക്കിലാട്ടോ. എന്നൊരു കൊട ഇതാക്കിയിട്ടൊരു പോക്ക്. അല്ല തന്നെ ഇപ്പൊ ഈ കൊട പിടിക്കേണ്ട ആവശ്യം എന്താ? ഇതന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു മറക്കലാണ്. എന്തൊക്കെയോ ഒളിച്ച് മറക്കാനുള്ളൊരു സംഭവം. അതെ. ഈ ആ ഹാൻഡ് ബാഗ് കണ്ട ഒരു ആകർഷിക്കണം തരില്ല ആൾക്കാരെ. ഞാൻ ശ്രദ്ധിച്ചു. ഏത് ടൈമിൽ മൊബൈലിലാണ്. അല്ല എത്രമാത്രം മൊബൈലിൽ സംസാരിക്കാൻ എന്താ ഉള്ളത്? സംസാരിക്കാൻ ഉണ്ടാവും. ഉണ്ടാവണല്ലോ. പിന്നെ ഹാൻഡ് ബാഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ അന്നാലുണ്ടല്ലോ. വേണ്ട, പിന്നെ പറഞ്ഞുതരാം. അല്ല പിന്നെ പറഞ്ഞുതരാം കേട്ട് എന്തോ ഒരു പോലെ. അപ്പൊ എന്തായാലും പിന്നെ പറഞ്ഞിട്ടില്ല. ഒരു മൈൻഡിനൊക്കെ ഒരു ബലം കൊടുക്കേ. എന്നാലും നമ്മളെക്കാട്ടി ഒരു എത്ര വയസ്സ് മുതൽ? ഒരു 3-4 വയസ്സ് മൂത്താവും അല്ലേ? അത്രേ ഉള്ളൂ. ഈ കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാർ മരിച്ച പെണ്ണുങ്ങളും ഇപ്പൊ ഭർത്താക്കന്മാർ ഉള്ള പെണ്ണുങ്ങളും ഏകദേശം കണക്കാണ്. നമ്മളെ ഫ്രണ്ട് അവിടെ മറ്റേ ശരത്തിന്റെ പെണ്ണുങ്ങളെ പിടിച്ചാണ്ടില്ലേ നരകത്തിന്റെ അപ്പുറം. മോനെ നല്ല സീനല്ലേ. പിന്നെ സത്യം പറഞ്ഞാല് വർഷോട്ടം വരുന്നല്ലോ. മൂപ്പര് പണിയില്ലേ? കാരണം ഒരു നേരത്തെ തന്നെ ആണല്ലോ. ഇന്ന് ഏത് നാടകത്തിന്റെ കഥയായിട്ടാണാവോ വരുന്നത്? അത് കേക്കണ്ടേ? പോയാലോ? ഞാൻ പോവാം. ഒരു രസല്ലേ പൊന്നു മോനെ. അതുവരെ നല്ല സുഖമായിരുന്നു. ഇപ്പൊ ഞാൻ വരികോട്ട്. രണ്ടാം കൂടെ ആരെ കുറ്റാ പറയണത്? ദാമോദരന്റെ മരോളില്ലേ, ഒരു പോക്കേസാട്ടോ. അതത്ര ശരിയല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ഞാൻ അറിഞ്ഞ കുട്ടിയാണ്, ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. ഞാൻ കുറേ മനസ്സിലാക്കും. നിങ്ങൾ കുറേ എല്ലാ കുട്ടികളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാനുണ്ട്. അതൊന്നും ശരിയല്ല കേട്ടോ. അതല്ല അശോകേട്ടാ, എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾ ആയിട്ട് പറഞ്ഞൊന്നല്ല സംഭവം. ആ പൊതുവെ എല്ലാവർക്കും ഉള്ള വളരെ മോശമാണ്. എത്ര ആൾക്കാർക്ക് അനുഭവം ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ച് പോകണം. നിങ്ങൾ കണ്ടില്ലേ? അല്ല പിന്നെ നിങ്ങൾക്ക് അറിയില്ല അരിച്ചിട്ട്. അതിൻ്റെ ചോര കുടിക്കല്ല മക്കളെ. നിങ്ങൾക്ക് ചോര കുടിച്ച് മതിയായില്ലേ? ഇത് പരസ്യമായ സത്യമാണ്. ആൾക്കാർ പറഞ്ഞ നിങ്ങൾ കേൾക്കണല്ലേ? ഞാനൊരു കഥ പറയാം. ഒരു 20 വർഷം മുമ്പാണ് ആ സംഭവം നടക്കുന്നത്. ഒരു 3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. ആ ചങ്ങായിമാർ തമ്മിലുള്ള സ്നേഹം എല്ലാവർക്കും ഒരു അസൂയായിരുന്നു. ഒരു ദിവസം ആ 3 ചങ്ങാതിമാരും കോഴിക്കോട് പോകാൻ തീരുമാനിച്ചു. അന്ന് ട്രെയിൻ മാർഗമാണ് എല്ലാവരും കോഴിക്കോട് പോകുന്നത്. അന്ന് ബൈക്കോ മറ്റുള്ള ബസ്സോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും അങ്ങനെ പോകല്. അങ്ങനെ ആ 3 ചങ്ങാതിമാരും കോഴിക്കോട് പോകാനുള്ള ദിവസം വന്നെത്തി. അതിൽ ഒരുത്തൻ്റെ അമ്മക്ക് നെഞ്ചുവേദനയായിട്ട് അവന് പോകാൻ പറ്റില്ല. മറ്റവരെ യാത്ര അയച്ചിട്ട് അവൻ മടങ്ങി പോകും.
ഇവർ മൂന്നാൾക്കാരും എവിടെ പോവുകയാണെങ്കിലും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരാളില്ലാതെ ഇവർ രണ്ടാൾ മാത്രം ബൈക്ക് പോകുന്നത്. അവർ രണ്ടാളും കോഴിക്കോട് പോയി അവിടെ കറങ്ങി തിരിഞ്ഞ് വന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ജോലിയാക്കി അവർ തിരിച്ചു പോന്നു. അവരുടെ വീട്ടിലേക്ക് ആകെ 3 സ്റ്റോപ്പുള്ളൂ. ചങ്ങാതി സന്തോഷത്തോടെ അവരെയും കാത്ത് സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കോഴിക്കോട് നിന്ന് വഴി ട്രെയിൻ പുറപ്പെട്ട് കടലുണ്ടി എത്തപ്പോൾ ട്രെയിൻ അപകടത്തിൽപ്പെട്ടു. ഒരു ഒറ്റ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഇനി അവരുടെ വീട്ടിലേക്ക് എത്താൻ. ആ 2 പേരും ട്രെയിൻ അപകടത്തിൽ മരിച്ചറിയാതെ ആ ചങ്ങാതി കുറേ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു. ആ 2 പേരും ആരാന്ന് നിങ്ങൾക്ക് അറിയാം? എൻ്റെ ചങ്ങാതിമാർ. നിങ്ങളെ 2 ആൾക്കാരും അച്ഛന്മാരും. എൻ്റെ ചങ്ങാതിമാരും മരിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ആൾക്കും 5 വയസ്സാണ്. എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ അമ്മമാർ അവരെ പോറ്റിയതെന്ന് അറിയാം നിങ്ങൾക്കറിയാം മക്കളെ, നിങ്ങളെ അമ്മമാർ എന്തൊക്കെ പണിക്ക് പോയിക്കുന്നു, വീട്ടു ജോലിക്ക് വരെ പോയിക്കുന്നു. നിങ്ങളോട് ഒരൊറ്റ ചോദ്യം, ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ പണിക്ക് പോകുന്നത് മോശമാണെങ്കിൽ നിങ്ങളമ്മമാർ മോശമാണോ?